ശ്രീ മനോജാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ മനോജ്, താങ്കൾക്ക് പറയാം. അതാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് മനോജാണ്. ശരി മനോജ്, ഈ ട്രെമ്പ് എന്ന് പറയുന്നത് ശരിക്കും പറയണത് നമ്മളെ കൊറോണ വന്നില്ലേ, അതിലും വലിയ വൈറസാണ്. ഹലോ സാറേ, പറഞ്ഞോളൂ മനോജ്. അതിലും വലിയ വൈറസായിട്ട് നമ്മുടെ ലോകത്തിന് ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്. മര്യാദക്ക് പോണ രാജ്യങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് ഈ ലോകത്ത് ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് അയാളുടെ പ്രവർത്തനം. നമുക്ക് ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട്. നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞ രാജ്യത്തിന് ഒരു മഹത്തായ ഒരു ഇതുണ്ട്. ആ രാജ്യത്ത് ഇത്രയും നല്ല ഒരു ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ തന്നെ കണ്ട് പാകിസ്ഥാനിന് ഒരു ചർച്ച നടത്തിയിട്ട് ആ ഹോട്ടലിലെ ബില്ല് പോലും അടച്ചില്ല. അത്രയും വിശ്വാസക്കേടുള്ള അവര് ഈ ചർച്ച നടത്തിയിട്ട് ആ ബില്ല് പോലും അടയ്ക്കാത്ത രാജ്യത്തിനെയൊക്കെ വെച്ചിട്ടാണ് ഇവര് ചർച്ച നടത്തുന്നത്. എന്ത് ഇതാണ് ചെയ്യണതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈറസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ട്രംപ്. ശരി, ശ്രീ മനോജിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് ഷെരീഫാണ്, പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഷെരീഫ്, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്, അതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മുഹമ്മദ് ഷെരീഫിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പ്രദീപാണ് ബർമുഡയിൽ നിന്നും. ശ്രീ പ്രദീപ്, നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അമേരിക്കയുടെ വിഷയം, ഈ യുദ്ധത്തിൻ്റെ വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ നാട്ടിലുള്ള മലയാളികളടക്കം ഇന്ത്യക്കാരാകെ പാചകവാദത്തിന് വേണ്ടി പ്രയാസപ്പെടേണ്ടി വരുന്ന അവസ്ഥ, ഹോട്ടലുകൾ പലതും ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ, ജീവിതം തന്നെ പലരുടെയും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോഴും ട്രംപ് പറയുന്നത് ഞങ്ങളവിടെ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ വീരവാദം മുഴക്കുകയാണ്. ഈ തോറ്റമ്പി നിൽക്കുന്ന ഒരാളിൻ്റെ വീരവാദം മാത്രമാണോ ഇത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാട്ടില് പ്രത്യേകിച്ച് എണ്ണയ്ക്കൊന്നും വലിയ ദാരിദ്ര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പൊ എന്റെ അമ്മയായാലും പെങ്ങളായാലും അവരൊക്കെ എല്ലാം അവിടെ ഗ്യാസ് ഉള്ളതായിട്ടാണ് അറിവ്. പിന്നെ ഹോട്ടലുകളിലൊക്കെ, വലിയ ഹോട്ടലുകളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല. ബേസിക്കലി വലിയ ഹോട്ടലുകളിലല്ല, ചെറിയ ചെറിയ തട്ടുകടകൾ, ചെറിയ ചെറിയ കടകൾ, ചെറിയ ചായ, രാവിലെ മാത്രം പ്രവർത്തിക്കുന്ന ചായക്കടകളൊക്കെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവ, അല്ലാതെ വഴിയേരിയിൽ പ്രവർത്തിക്കുന്ന അതൊക്കെ പലതും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പല വലിയ ഹോട്ടലുകളിലും ഇപ്പോൾ എല്ലാവിധ മുമ്പുണ്ടായിരുന്ന അത്ര വിഭവങ്ങളില്ല. വിഭവങ്ങൾ കുറച്ചു, വില കൂട്ടി പല സ്ഥലങ്ങളും. അത് അനധികൃതമായിട്ടാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഗ്യാസിന് കരിഞ്ചന്തയിൽ എടുക്കേണ്ടി വന്നപ്പോൾ അതനുസരിച്ച് അവരുടെ വില കൂട്ടി. വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്താൽ 45 ദിവസം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യക്കാണ് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ വരുന്നത്. അതിന് കേന്ദ്ര സർക്കാർ വളരെ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഒരു ദീർഘവീക്ഷണത്തോടെ അത്തരം കാര്യങ്ങൾ ഗ്യാസും ബാക്കിയുള്ളതൊക്കെ സംഭരിച്ചു വെച്ചതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ലെന്നല്ല, വലിയ പ്രശ്നമുണ്ട്. ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ നാട്ടിൽ രൂക്ഷമായിട്ടുണ്ട്. ഏത് തിരുവനന്തപുരത്ത് താങ്കൾക്കറിയാമായിരിക്കുമല്ലോ, തിരുവനന്തപുരംകാരനല്ലേ താങ്കൾ? തിരുവനന്തപുരത്ത് പണ്ടുണ്ടായിരുന്ന അത്ര ചെറിയ ചെറിയ കടകൾ അതൊക്കെ ഉണ്ടോ എന്നൊന്നും തിരക്കൂ, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന തിരക്കൂ. അവിടെയെല്ലാം അവർക്കെല്ലാം പ്രയാസമുണ്ട്. ഒരു ദിവസം ഒരാളിന് 100-400 രൂപ വീതം കച്ചവടം കുറഞ്ഞാൽ, ഒരു ഹോട്ടലിൽ കുറഞ്ഞാൽ, സ്വാഭാവികമായി ആ ഹോട്ടലുകാരൻ ഒരു ദിവസം കിട്ടുന്ന എത്ര രൂപയായിരിക്കും ചെറിയ ഹോട്ടലുകാരന്? അവൻ്റെ ജീവിതം അതുകൊണ്ട് പോകേണ്ടതാണ്. അവിടെ എല്ലാ നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, $399 ആയിരുന്ന ഒരു ഗാലൻ ഗ്യാസിന് ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് $7 സോ അത് ഓൾമോസ്റ്റ് ഡബിൾ ആയി. അപ്പൊ അതിന്റെ ആ ഇമ്പാക്ട് വേൾഡ് മുഴുവൻ ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇവിടങ്ങളിൽ വന്ന, പല രാജ്യങ്ങളിലും വന്ന ആ ഒരു ഇത് ഇന്ത്യയിൽ ബാധിച്ചിട്ടില്ല എന്നാണ്. എനിവേ, മിസ്റ്റർ കിരൺ, ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ട്രംപ് പറഞ്ഞ വ്യക്തമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അതേപോലെ JD വാൻസ് പുള്ളി പറഞ്ഞതും ചർച്ചയ്ക്ക് പോയപ്പോൾ അവർ പാകിസ്ഥാനിൽ വെച്ച ലാസ്റ്റ് പറഞ്ഞു വെച്ച ഒരേ ഒരു കാര്യമുള്ളൂ: നിങ്ങൾക്ക് യുറേനിയം സംരക്ഷീകരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ലോങ് റേഞ്ച് മിസൈല്. മൂന്നാമത് ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായിട്ട് സ്വതന്ത്രമായി ഓപ്പൺ ആയിട്ടുള്ള, നിങ്ങൾക്ക് അതിലൊരു പ്രത്യേകിച്ച് ഒരു ചുങ്കം പിരിക്കാനോ അങ്ങനെയുള്ള ഒരു സംഗതി നടക്കില്ല. ഈ ഒരു 3 കണ്ടീഷനാണ് പ്രൈമറി ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനിടയ്ക്കുള്ള ബാക്കി ഈ പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്. ഈ 3 കണ്ടീഷൻ അല്ലാതെ ഒരു കാരണവശാലും അമേരിക്കയോ ഇസ്രയേലോ ഇതിൽ നിന്ന് പുറകോട്ട് പോകില്ല. കാരണം ഇത് ഇസ്രയേലിന്റെ ഒരു നിലനിൽപ്പാണ്. ദ സെയിം ടൈം ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്, അല്ലെങ്കിൽ ഒരു 10 or 15 ഇയറിന് അപ്പുറം അത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഡീൽ അല്ലാതെ ഈ 3 പോയിന്റ്, പ്ലീസ് നോട്ട് ദിസ് 3 പോയിന്റ്. പ്രദീപ്, അങ്ങനെ ഒരു അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഡീൽ ഇറാൻ അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ?
ഇറാൻ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഈ ചാനലുകളും കുറച്ച് വായിക്കുന്നത് വെച്ച് ചെറിയ വായനയാണ്, വലിയ വായനയില്ല. നമ്മുടെ മണിമലക്ക് ചേട്ടനെ പോലെ വലിയ വായനയല്ല, ചെറിയ വായനയാണ്. ചെറിയ വായനയൊക്കെ വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറാൻ അവർ സ്ട്രഗിൾ ചെയ്യണം. അവർ പുറത്തുള്ളത് മാത്രമാണ് കാണിക്കണം. നമ്മളെ പോലുള്ള നാട്ടിലെ പോലത്തെ കുറെ മാധ്യമങ്ങൾ അവരതിനെ കുറെ എക്സാജറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിനു വേണ്ടിയാണ് എന്നറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ആ ന്യൂസ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അവർ അല്ലാതെ നോക്കൂ, 85,000 ടാർഗറ്റ് മീൻ 85,000 ബോംബാണ് വീണത് ഒരു രാജ്യത്തിനകത്ത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്തുമാത്രം ഡാമേജസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് 85,000 ബോംബ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊണ്ടിട്ടിട്ടും ഇന്നും ആ രാജ്യം ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹുങ്കിന് നേരെ അല്ലെങ്കിൽ അവരുടെ തെമ്മാടിത്തത്തിന് നേരെ ചെറുത്തു നിൽക്കുന്നില്ലേ? അവരെ ഇപ്പോഴും കീഴ്പ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ. എന്നിട്ട് പിന്നെയും വീരവാദം അടിക്കേണ്ട കാര്യമുണ്ടോ? നോക്കൂ മിസ്റ്റർ കിരൺ, നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാം അടിച്ച് നശിപ്പിച്ച് നമ്മുടെ എക്കണോമിയെ ഒരു 20 ഇയർ ബാക്കിലാക്കി നിന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് വീരവാദം പറഞ്ഞ കാര്യമൊന്നുമില്ല. അതിന്റെ റിയാലിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ എക്കണോമി ഈസ് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആണ്. നിങ്ങൾക്ക് ശ്രീ പ്രദീപ് ആയിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇറാനെ അമേരിക്കയുമായി ഇസ്രയേലുമായി ലോകത്തെ ഏറ്റവും വലിയ 2 ആയുധ ശക്തികൾ, ഈ 2 ആയുധ ശക്തികളുമായി ഏതെങ്കിലും തരത്തിൽ കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഇറാൻ ഒരു സാധാരണ പാവപ്പെട്ട രാജ്യം എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിൽ മുട്ടാൻ കഴിയുന്ന രാജ്യമല്ല. അവരവരുടെ ശക്തി കൊണ്ട്, തന്ത്രം കൊണ്ട്, അവരുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടൊക്കെ അല്ലെങ്കിൽ അവരുടെ ജനതയുടെ ആത്മബലം കൊണ്ടൊക്കെ അവരവരുടെ രാജ്യത്തെ സംരക്ഷിച്ച് നിലനിർത്തുകയാണ്. അല്ലാതെ അവർക്ക് ശക്തി ഉള്ളതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നതെല്ലാം അംഗീകരിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം സമ്മതിക്കും? ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ സമ്മതിക്കുമോ? ഇന്ത്യ ആണെങ്കിലും സമ്മതിക്കില്ല, ഒരു ചെറിയ രാജ്യമാണെങ്കിലും സമ്മതിക്കില്ല മിസ്റ്റർ കിരൺ. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇറാൻ ഇന്ന് ഇപ്പോഴും സ്റ്റാൻഡായിട്ട് ഒരു പരിധി വരെയെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് ചൈന എന്നൊരു രാജ്യം, റഷ്യ എന്നൊരു രാജ്യം അവരിപ്പോഴും സാറ്റലൈറ്റ് വഴി അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ദിവസം പോലും ഈ ഇറാന് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അണ്ടർസ്റ്റിമേറ്റ് ആയിരിക്കാം. എനിവേ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. നമ്മുടെ മിസ്റ്റർ മണിമല ചേട്ടൻ എപ്പോഴും വന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അമേരിക്കയെ കുറിച്ച് ബൂസ്റ്ററോ അങ്ങനെ അമേരിക്കയെ വളരെ വളരെ വികൃതമായി പറയാറുണ്ട്. അപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, മിസ്റ്റർ മണിമല ചേട്ട, താങ്കളുടെ നേതാവായ തോമസ് ഐസക്കിന്റെ വൈഫും കുട്ടികളും ഇവിടെയാണ് ജീവിക്കുന്നത്. അദ്ദേഹം മാസത്തിൽ 2-3 തവണ ഇവിടെ വന്നു പോകാറുണ്ട്. അതേപോലെ തന്നെ ശുദ്ധമായി അതിന് പറയാൻ ഒന്ന് മാത്രമേ എനിക്ക് ഉള്ളൂ. താങ്കൾ ഇപ്പോ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞ സ്ഥിരമായി പലതവണ താങ്കൾ പറയുന്നതാണ്, ഇതിന്റെ കൂടെ ഇനി അമേരിക്കയിൽ ഇനി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയില്ലേ എന്ന്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മനസ്സിലായിട്ട് താങ്കൾ അഭിനയിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ മനസ്സിലാവാത്ത ആളൊന്നും അല്ല എന്ന് അന്നും അറിയാം. എങ്കിലും ആവർത്തിച്ച് പറയുകയാണ്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടോ അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങളോടോ ഒന്നും ഇന്ത്യയിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ലോകത്തിനോ യാതൊരു വിരോധവുമില്ല. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം ലോകത്താകമാനം പോയി അവരുടെ ആയുധത്തിൻ്റെ ബലത്തിൽ, അവരുടെ സമ്പത്തിൻ്റെ ബലത്തിൽ അവർ തെമ്മാടിത്തം കാണിക്കുമ്പോൾ ആ തെമ്മാടിത്തത്തിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.